കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫോളോവർ കൂടി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 30 ദിവസം ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദുബായിലത്തെ ലൈഫ് സ്റ്റൈലൊക്കെ മിസ് ചെയ്യാന്ന് വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ദുബായ് പോലുള്ള വിദേശ രാജ്യങ്ങളിൽ 11 മാസം വളരെ കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് വെറും 1 മാസം നമ്മുടെ നാട്ടിലേക്ക് ലീവിന് വേണ്ടി വെക്കേഷന് പോകുമ്പോൾ എന്നെ പോലുള്ള ചുരുക്കം ചില ആൾക്കാർ മിസ് ചെയ്യണത് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാട്ടാ. കാലത്ത് നേരത്തെ എഞ്ചിട്ട് തിരക്കുള്ള മെട്രോ ട്രെയിനിലൊക്കെ കയറിയിട്ട് ജോലിക്ക് പോണതും, പിന്നെ ജോലി സമയത്തിന്റെ ഇടയിൽ കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കണതും, പിന്നെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ സമയം ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ വിളിച്ച് വിശേഷം അന്വേഷിക്കാനും, ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് വയ്യാണ്ട് കിടന്നുറങ്ങണതും, വല്ലപ്പോഴൊക്കെ മുടക്ക് കിട്ടുമ്പോൾ പുറത്തു പോയിട്ട് ചായയും ഭക്ഷണം കഴിക്കണതും, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോണതൊക്കെ ആയിട്ടുള്ള എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ചെയ്ത കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത ദിവസം അടുത്ത ആഴ്ചയും ചെയ്യണ പോലെയുള്ള വളരെ ബോറിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ദുബായിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ലൈഫ് സ്റ്റൈൽ ഉണ്ട് ട്ടാ. സാധാരണ ആൾക്കാർക്ക് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലൊക്കെ വളരെ ബോറിംഗ് ആണെങ്കിലും ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഇൻഡിപെൻഡന്റ് ആക്കണത് ട്ടാ. ദുബായിലേക്ക് ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവുമെന്ന് ചോദിക്കുന്ന എല്ലാവരോടും നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആയില്ലെങ്കിലും ഒടുക്കത്തെ സ്ട്രോങ് ആയിരിക്കും എന്നാട്ടാ ഞാൻ തിരിച്ചു പറയാറുള്ളത്. പണ്ട് നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ നമ്മളെ ഉറങ്ങാനായിട്ട് അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നമെന്നും, അതേപോലെയുള്ള സ്വപ്നങ്ങൾ നമ്മളെ കാണാൻ പഠിപ്പിച്ച ഈ ദുബായ് പോലത്തെ ചെറിയ രാജ്യവും നമ്മുടെ ഈ ചെറിയ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മളെ പോലെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വിട്ട് ഒറ്റയ്ക്ക് വിദേശത്ത് വന്ന് ജോലി ചെയ്യണ എല്ലാവർക്കും അതൊരു മിസ്സിങ് തന്നെയായിരിക്കും ട്ടാ.